ഹലോ ഫ്രണ്ട്സ്, കറിച്ചട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു കൂണ് കറിയാണ്. അത് ക്രീമൊക്കെ ഉപയോഗിച്ച് നല്ല തിക്കായിട്ട് ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന കൂണ് കറി. അപ്പോൾ ഇത് മലൈ മഷ്റൂം മസാല എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ ഒരു തവ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുന്നു. പിന്നെ കുറച്ച് ജീരകം, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഉണക്കമുളക്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തു. ഇത് ഇഞ്ചി ചതച്ചതാണ്. അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി 3 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിന് മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലോക്കായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി വെച്ചേക്കുന്ന ഈ 2-3 കഷ്ണമായിട്ട് ആക്കിയ മഷ്റൂമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ഇത് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ചാറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് വേവണം. ഇതുപോലെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുരിങ്ങയിലയാണ്, ഉണക്കിയെടുത്ത മുരിങ്ങയില. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതിടുന്നത്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് മുരിങ്ങയില ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഒരു 1.5 മിനിറ്റ് ഇനി ഇത് വേവണം. ഇനി ഇതിന് അവസാനമായിട്ട് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്രീമാണ്, മിൽക്ക് ക്രീം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30-40 സെക്കൻഡ് ഒന്നിരുന്ന് തിളച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഈ ഒരു തിക്നെസ്സിൽ ഈ കറി റെഡി ആയിട്ട് കിട്ടും. ഒരു ക്രീം ആയിട്ട്. പിന്നെ മഷ്റൂം മസാല, മലായ് മഷ്റൂം മസാല എന്ന് പറയും. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.